നമസ്കാരം, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരാളാണോ? അതല്ലെങ്കിൽ നിങ്ങൾ ATM കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണോ? അതുമല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm തുടങ്ങിയ UPI ആപ്പുകൾ ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏപ്രിൽ 1 തൊട്ട്, അതായത് ഇന്ന് തൊട്ട് ഇത്തരത്തിലുള്ള ആപ്പുകളും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എല്ലാം ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷനുകൾക്ക് വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അവ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഉള്ളതാണ്. മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഏത് ബാങ്കിന്റെ കസ്റ്റമർ ആണോ ആ ബാങ്കിനെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കാം. നിങ്ങളുടെ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ RBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ എപ്പോഴും കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി പരിശോധിക്കുക. ബോസോല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ്. നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ഇന്ന് തൊട്ട്, അതായത് ഏപ്രിൽ 1 തൊട്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നതാണ്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തിനാണ് ഈ മാറ്റങ്ങൾ എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. നമുക്കറിയാം, ബാങ്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UPI പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ധാരാളം സ്കാമുകൾ നടക്കുന്ന ഒരു കാലമാണ് ഇത്. പല ആളുകൾക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ ഒരു പ്രവൃത്തികൾ കാരണം പണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അവയ്ക്ക് ഒരു വിലങ്ങിടുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് ആളുകൾ പലപ്പോഴും തട്ടിപ്പുകൾ നടത്തുന്നത് ഒന്ന് തട്ടിപ്പ് കോളുകൾ, അതായത് ഫേക്ക് കോൾസ്, അതുപോലെ തന്നെ OTP കോൾസ്, സിം സ്വാപ്പിംഗ്. അത് മാത്രമല്ല, ഇപ്പോൾ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് AI വോയിസ് ക്ലോണിംഗ് ചെയ്തിട്ട് പോലും ആളുകൾ ഇന്ന് തട്ടിപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ ആളുകൾ തട്ടിപ്പിന് ഇരയാവുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. സോ ഈ തട്ടിപ്പുകളെല്ലാം തടഞ്ഞ് നിങ്ങളുടെ പണം സേഫ് ആക്കുന്നതിനായിട്ട് RBI പുതിയ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. ഈ നിയമങ്ങൾ പ്രധാനമായിട്ടും എന്തിനാണ് വരുന്നത് എന്ന് വെച്ചാൽ ബെറ്റർ സെക്യൂരിറ്റി പ്ലസ് മോർ കൺട്രോൾ ഫോർ യൂസേഴ്സ്. അതായത് ആളുകൾക്ക് കൂടുതൽ സെക്യൂരിറ്റി, സുരക്ഷിതത്വം നൽകുക മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഇത്തരത്തിൽ നമ്മൾ പണമിടപാടുകൾ നടത്തുമ്പോൾ കൂടുതൽ കൺട്രോൾഡ് ആവുക എന്നുള്ള ലക്ഷ്യം കൂടെയാണ് പ്രധാനമായിട്ടും ഈ മാറ്റങ്ങളിലൂടെ RBI വരുത്താൻ ഉദ്ദേശിക്കുന്നത്. സോ എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഏപ്രിൽ 1 തൊട്ട് വരാൻ പോകുന്ന പുതിയ ബാങ്കിംഗ് നിയമങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ആ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. മുമ്പത്തെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഒരു OTP മാത്രം മതിയായിരുന്നു. അതായത് ഒരു OTP, നമ്മളൊരു ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ആ ഒരു പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ അയക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ എത്ര എമൗണ്ട് ആണോ അയക്കേണ്ടത് ആ എമൗണ്ട് അവിടെ ആഡ് ചെയ്യുന്നു, നമ്മൾ സെൻഡ് കൊടുക്കുന്നു. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP ലഭിക്കുന്നു. ആ OTP ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പണം നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവർക്ക് എത്തുമായിരുന്നു. പക്ഷേ പുതിയ നിയമം വരുന്നതോടുകൂടി എല്ലാ ട്രാൻസാക്ഷനും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇനി തൊട്ട് നിർബന്ധമാവാൻ പോവുകയാണ്. ഇനി തൊട്ടുള്ള പുതിയ നിയമപ്രകാരം എല്ലാ ട്രാൻസാക്ഷനുകൾക്കും 2 സെക്യൂരിറ്റി സ്റ്റെപ്പുകൾ നിർബന്ധമാവാൻ പോവുകയാണ്. ഒന്നുകിൽ അത് OTP പ്ലസ് പിൻ ആവാം, അതല്ലെങ്കിൽ OTP പ്ലസ് ഫിംഗർ പ്രിന്റ് ആവാം, അതുമല്ലെങ്കിൽ പാസ്വേഡ് പ്ലസ് ഫേസ് ഐഡിയും ആകാം. ഇതിനെ പറയുന്ന പേരാണ് 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ. ഇത് എന്തിനാണ് പ്രധാനമായും കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ, തട്ടിപ്പ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്? ഒരാൾക്ക് തട്ടിപ്പ് നടത്താൻ ഒരാൾക്ക് നിങ്ങളുടെ OTP ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ പണം ഈസി ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ അവർക്ക് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ആവശ്യമുണ്ട്, ഫേസ് ഐഡി ആവശ്യമുണ്ട്, അതുമല്ലെങ്കിൽ പിന്നും ആവശ്യമായിട്ടുണ്ടായേക്കാം. അതായത് OTP മാത്രം ലഭിച്ചാൽ സ്കാമറിന് സ്കാൻ നടത്താൻ പറ്റില്ല, നിങ്ങളുടെ പണം അവർക്ക് തട്ടിയെടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, പുതിയ ഫോണോ പുതിയ സിമ്മോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ചിട്ടുള്ള ട്രാൻസാക്ഷന് ലിമിറ്റേഷൻ ഉണ്ടാകും. നിങ്ങൾ പഴയ ഫോണിൽ നിന്നും പുതിയ ഫോണിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ പഴയ സിം മാറ്റി പുതിയ സിമ്മിലേക്ക് മാറ്റുകയാണെങ്കിൽ ആദ്യത്തെ 24 മണിക്കൂർ നിങ്ങൾക്ക് 5000 രൂപയുടെ പണമിടപാട് മാത്രമേ നടത്താൻ സാധ്യമാവുകയുള്ളൂ. സിം സ്വാപ്പ് ഫ്രോഡ് എന്ന് പറയുന്ന തട്ടിപ്പ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. അതായത് ആരെങ്കിലും നിങ്ങളുടെ സിം കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഹാക്കറിന് നിങ്ങളുടെ അക്കൗണ്ട് ഈസി ആയിട്ട് അങ്ങോട്ട് കാലിയാക്കാൻ പറ്റില്ല. സ്മാർട്ട് സെക്യൂരിറ്റി സിസ്റ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട റൂൾ. അതായത് നിങ്ങളുടെ ബാങ്കിന് നിങ്ങളുടെ ബിഹേവിയർ നിരീക്ഷിക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം സാധാരണയായി ചെലവഴിക്കുന്ന ഒരു പണം എന്ന് പറയുന്നത് 500 രൂപയാണ് എന്നിരിക്കട്ടെ. പക്ഷേ ഓൾ ഓഫ് എ സഡൻ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഒരു ദിവസം 50,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നു എന്നാണെങ്കിൽ അത് ബാങ്ക് ഒബ്സർവ് ചെയ്യും. കാരണം നിങ്ങൾ സാധാരണയായി കൊടുക്കുന്ന, അല്ലെങ്കിൽ സാധാരണയായി നിങ്ങൾ നടക്കുന്ന ട്രാൻസാക്ഷന്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു സ്മോളർ എമൗണ്ട് ആണ്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം 50,000 രൂപയുടെ ഒരു എമൗണ്ട് അയക്കാനായിട്ട് റിക്വസ്റ്റ് പോകുന്നു. അതുകൊണ്ട് തന്നെ സിസ്റ്റം എക്സ്ട്രാ വെരിഫിക്കേഷൻ നിങ്ങളോട് ചോദിക്കും. അതായത് നിങ്ങൾ OTPക്ക് പുറമെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ പിന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്ട്രാ വെരിഫിക്കേഷൻ കൂടി സിസ്റ്റം നിങ്ങളോട് ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു എമൗണ്ട് റിക്വസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. സോ ഇത് ആക്ച്വലി ഒരു
ബിഹേവിയർ ബേസ്ഡ് സെക്യൂരിറ്റി സിസ്റ്റമാണ്. അതായത് നിങ്ങളുടെ ബിഹേവിയറിനനുസരിച്ചുള്ള അതായത് നിങ്ങൾ സാധാരണയായിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനപ്പുറത്തേക്ക് അസാധാരണമായിട്ട് അല്ലെങ്കിൽ സാധാരണയിൽ നിന്നും വിപരീതമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷനോ അത്തരത്തിലുള്ള റിക്വസ്റ്റോ വരുന്ന സമയത്ത് ബാങ്ക് അത് ഫ്ലാഗ് ചെയ്യുകയും ആ ഒരു ട്രാൻസാക്ഷന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഈ ഒരു സംഭവം ഇവർ കൊണ്ടുവരികയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം പേയ്മെന്റിന് മുമ്പ് യഥാർത്ഥ നെയിം, അതായത് ഫുൾ നെയിം കൃത്യമായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പേയ്മെന്റ് നടത്തുന്ന സമയത്ത് അവിടെ സാധാരണ നമ്മൾ ആർക്കാണോ പേയ്മെന്റ് കൊടുക്കുന്നത് അവരുടെ പേര് അവിടെ ഉണ്ടാകും. മുമ്പ് ഇതെങ്ങനെയായിരുന്നു വെച്ചാൽ ചിലപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ കൊറിയർ സർവീസ് അങ്ങനെയുള്ള ചില നിക് നെയിം പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇനി തൊട്ട് പണം സ്വീകരിക്കുന്ന ആളുടെ വെരിഫൈഡ് ആയിട്ടുള്ള ബാങ്ക് നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്യും. സോ പണം അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആർക്കാണോ പണം അയക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് തന്നെയാണോ അവരുടെ ബാങ്കിലെ നെയിം തന്നെയാണോ അവിടെ കൃത്യമായിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതെന്തിനാണ്? നിങ്ങളെ ആരെങ്കിലും പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് റോങ് ആയിട്ടുള്ള സ്കാനർ QR കോഡ് തന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പണം അയക്കേണ്ട ആൾക്ക് അല്ലാതെ വേറെ തട്ടിപ്പുകാരന് പണം അയക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഉറപ്പുവരുത്തുന്നത്. ഏപ്രിൽ 1 തൊട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ബാങ്കിംഗ് മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആകസ്മികമായ ഒരുപാട് സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുള്ള ഒന്നാണ്. നിർഭാഗ്യവശാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഒരു തരത്തിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. നമ്മളുടെ ആബ്സെൻസ് ഒരിക്കലും അവരെ എഫക്ട് ചെയ്യരുത്, അല്ലെ? അത്തരത്തിൽ അവരെ എഫക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു വഴി എന്താണ്? ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മികച്ച ഒരു ടേം ഇൻഷുറൻസ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം ഇൻഷുറൻസ്, അതാണ് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ്. പ്രതിമാസം വെറും 595 രൂപ പ്രീമിയത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആക്സിസ് മാക്സിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ലൈഫ് കവറേജ് വരെ ലഭ്യമാണ്. അതുപോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ 1 വർഷം 15% ഡിസ്കൗണ്ടും, മാത്രമല്ല എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്ലെയിമുകൾക്കും വെറും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പു നൽകുന്നു. കൂടാതെ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ റേറ്റ് ആയ 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ഇതിനകത്തുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ തന്നെ ടേം ഇൻഷുറൻസ് എടുത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കും. ഫ്രോഡ് കോമ്പൻസേഷൻ റൂളിലും മാറ്റം വന്നിരിക്കുകയാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് സംഭവിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പണം നഷ്ടപ്പെടുകയാണെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരും. പക്ഷേ ഏതാനും ചില സാഹചര്യങ്ങളിൽ മാത്രം. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബാങ്കിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഫെയിൽ ആവുകയാണെങ്കിൽ ബാങ്കിനാണ് ഉത്തരവാദിത്തം, നിങ്ങൾക്ക് കോമ്പൻസേഷൻ ലഭിക്കും. അതുപോലെ തന്നെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് കോമ്പൻസേഷൻ ലഭിച്ചേക്കാം. ഇനി അതല്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകൊണ്ടാണ് നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടതെങ്കിൽ, അതായത് അറിയാത്ത ഒരാൾ നിങ്ങളെ ഫോൺ ചെയ്ത് നിങ്ങളുടെ OTPയോ നിങ്ങളുടെ പിന്നോ ചോദിക്കുന്നു, നിങ്ങളത് ഷെയർ ചെയ്യുന്നു, അത് ഷെയർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്നു, അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് കോമ്പൻസേഷൻ തരില്ല. സോ ഓൾവേസ് സ്റ്റേ അലേർട്ട്. മാത്രമല്ല ATMന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിലും ഏപ്രിൽ 1 തൊട്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട നിയമങ്ങൾ വരാൻ പോവുകയാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? UPI വഴി ATMൽ നിന്നും പണം വിഡ്രോ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങളിൽ പലർക്കും അറിയാവുണ്ടാവും. ഇത്തരത്തിൽ പണം പിൻവലിക്കുന്നത് ഒരു നോർമൽ ATM ഇടപാടായി തന്നെ ഇനി തൊട്ട് കരുതപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രീ ലിമിറ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ ചാർജുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു ട്രാൻസാക്ഷൻ ഏകദേശം 23 രൂപയായിരിക്കും ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരിക. മാത്രമല്ല ദിവസേനയുള്ള പണം പിൻവലിക്കുന്നതിന്റെ ഒരു പരിധിയും കുറയാൻ പോവുകയാണ്. മുൻപ് ഇത് 1 ലക്ഷം രൂപയാണ്. പക്ഷേ ചില കേസുകളിൽ ഇനി തൊട്ട് 50,000 രൂപ മാത്രമേ ഒരു ദിവസം പിൻവലിക്കാൻ മാക്സിമം പറ്റുകയുള്ളൂ. സോ നിങ്ങളുടെ കാർഡ് ലിമിറ്റ് എത്രയാണെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. മാത്രമല്ല സൗജന്യമായിട്ടുള്ള ATM ട്രാൻസാക്ഷനും ലിമിറ്റ് വരാൻ പോവുകയാണ്. മെട്രോ സിറ്റികളിൽ ഇനി മാക്സിമം 3 സൗജന്യ ട്രാൻസാക്ഷൻ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നോൺ മെട്രോ സിറ്റികളിൽ 5 സൗജന്യ ട്രാൻസാക്ഷൻ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ. അതിനുശേഷം ഈ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രാൻസാക്ഷന് 23 രൂപ വെച്ച് ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഫിനാൻഷ്യൽ ആയിട്ടുള്ളതായാലും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതായാലും അത്തരത്തിലുള്ള ഏത് ഇടപാടുകൾക്കായാലും ഈ ഒരു ചാർജ് ബാധകമാണ്. സോ ചില ബാങ്കുകൾ ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റും അതുപോലെ തന്നെ എക്സ്ട്രാ യൂസേജിന് ചാർജസും അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല ഫെയിൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷന് പോലും ചാർജ് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. സോ ഫ്രീക്വന്റ് ആയിട്ട് ATM യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ പണം നഷ്ടമാവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി വെച്ചേക്കാം. സോ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഫോണിന്റെ ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ ഫേസ് IDയും എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആർക്കാണോ നിങ്ങൾ പണം അയക്കുന്നത് ആ പണം അയക്കുന്ന ആളുടെ പേര് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള റിസീവർ നെയിം ആണോ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള ATM ഉപയോഗം കുറയ്ക്കുക. നിങ്ങളുടെ പ്രതിമാസ ATM ലിമിറ്റ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ബാങ്കിംഗ് തട്ടിപ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ, അതല്ല നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ പണം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി 1930 എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ വീഡിയോ എന്ന് പറയുന്നത് അവയർനെസ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഉള്ളതാണ്. നിയമങ്ങൾക്ക് കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം. എപ്പോഴും നിങ്ങളുടെ ബാങ്കുമായിട്ട് കൃത്യമായിട്ട് വെരിഫൈ
ചെയ്യുക. സോ ഏപ്രിൽ 1 തൊട്ട്, അതായത് ഇന്ന് തൊട്ട് ബാങ്കിംഗ് മേഖലയിൽ അല്ലെങ്കിൽ പണം ഇടപാട് മേഖലയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് വന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രോഡ്സ്റ്ററി, തട്ടിപ്പ് ഒഴിവാക്കുന്നതിനായിട്ടാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇത്തരത്തിലുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ തന്നെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അതുമാത്രമല്ല, ഈ നിയമങ്ങളിൽ കൂടുതൽ മാറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അപ്ഡേറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എഴുതാൻ നിങ്ങൾ മറക്കരുത്. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക, മറ്റുള്ളവർക്കും ഒരു അവയർനെസ് നിങ്ങൾ പകർന്നു കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.